ഹായ് ഹലോ പത്തരമാറ്റിന് ഇന്നത്തെ കഥയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്പ്യയുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്പ്യ വീണ്ടും വീണ്ടും ആദർശിനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് കനകയ്ക്ക് നന്ദുവിനും വിഷമമാകുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, അവൾ പറയുന്നത് കേട്ടോ നീ എന്ന് പറയുമ്പോൾ അതിനൊന്നും പ്രതികരിക്കണ്ട എന്ന് പറയുന്നുണ്ട് നന്ദു. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നയനേച്ചി അല്ല നവ്യേച്ചി അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് എൻ്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളൊന്നും തിരിച്ചു പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് നന്ദു. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ഒരാൾ സ്കൂളിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ചന്തുമോൾ നയനയാണ് അവളെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, സ്കൂളിലൊക്കെ പോയാൽ നന്നായി പഠിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ അടുത്ത് വന്നിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. മുത്തശ്ശൻ അവളെ വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പഠിച്ച് നല്ല ഡോക്ടർ ആകണം, എന്നിട്ട് മോളുടെ അമ്മയെ ചികിത്സിക്കണം. അനഘയെ ഓർത്തുകൊണ്ടാണ് മുത്തശ്ശൻ പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് ചന്തുമോള്. അപ്പോൾ അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. അവൻ സമ്മതിച്ചില്ലെങ്കിലും അവനാണ് അച്ഛനെന്ന് ആദർശനൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട്, മോള് ചെറിയച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങും എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അതെന്തിനാ എൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത്? നിങ്ങളൊക്കെ അനുഗ്രഹിച്ചല്ലോ, അത് മതി. എൻ്റെ അനുഗ്രഹമൊന്നും വാങ്ങേണ്ട. നവ്യ അറിഞ്ഞാൽ പിന്നെ അത് മതി, അവൾക്കിതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് അവളിവിടെ ഇല്ലല്ലോ എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, എങ്കിലും നവ്യയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, ചന്തുമോളുമായി യാതൊരു കണക്ഷനും ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് എനിക്കത് പാലിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഭാര്യയോട് എന്തൊരു അനുസരണയാണ്. ഏതായാലും മോൾ അവൻ്റെ അനുഗ്രഹം ഒന്നും വാങ്ങേണ്ട. അവൻ മോളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്ന അനുഗ്രഹം ഇല്ലാണ്ടായി പോകുമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഓ അച്ഛനിവിടെ ഉണ്ടല്ലോ, പോകുന്ന വഴിക്ക് അമ്മയുടെ അനുഗ്രഹം ഒന്ന് വാങ്ങിച്ചിട്ട് പോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും നീ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി നന്ദുവിനെ കാണാൻ വേണ്ടി വഴിയരികിൽ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത് അനി കാണുന്നുണ്ട്. അനിയെ കണ്ടത് നന്ദു പറയുന്നുണ്ട്, നിർത്താണ്ട് ചവിട്ടി വിട്ടോ എന്ന്. ഏതായാലും പോലീസ് ജീപ്പിന് കൈ കാണിച്ചിട്ട് ജീപ്പ് നിർത്താതെ പോയതിൽ അനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവളെ കണ്ടേ പറ്റൂ എന്ന മട്ടിൽ ബൈക്കും എടുത്ത് പോലീസ് ജീപ്പിന് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും ജീപ്പ് നല്ല സ്പീഡിൽ ആയതുകൊണ്ട് അനിക്ക് എത്താൻ കഴിയുന്നില്ല. എന്നിട്ട് അനി മനസ്സിൽ പറയുന്നുണ്ട്, ഇപ്പോൾ നീ രക്ഷപ്പെട്ടോ, എന്നെ ഇനി എത്ര അവോയ്ഡ് ചെയ്താലും ഞാൻ നിൻ്റെ പിറകെ തന്നെ ഉണ്ടാകും നന്ദു എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശും സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ റൂമിലാണ്. ഹെഡ് മാസ്റ്റർ കുട്ടിയോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ എന്നൊക്കെ. അപ്പോൾ ചന്തുമോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ പേര് ആദർശ്, അമ്മയുടെ പേര് അനഘ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇനീഷ്യൽ വെക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഒരേ പ്രാധാന്യമാണല്ലോ, ചാന്ദിനിയെ എന്ന് വെച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, അച്ഛൻ്റെ പേരാണല്ലോ എല്ലായിടത്തും വെക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഹെഡ് മാസ്റ്റർ. ചാന്ദിനി ആദർശി എന്ന് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പേര് ഇനീഷ്യലായി വെക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നയന ചോദിക്കുമ്പോൾ സാറ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എങ്കിൽ ചാന്ദിനി അനഘ എന്ന് വയ്ക്കാം അല്ലേ. അങ്ങനെ ഇനീഷ്യലായിട്ട് അമ്മയുടെ പേരാണ് വയ്ക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അബിയുടെ ഓഫീസാണ്. അവിടെയും അബി ഒരു കള്ളത്തരമൊക്കെ നടത്തിയിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാനായിട്ട് മാനേജർ വരുന്നുണ്ട്. അതൊന്നും അബിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളും, നീ ഇതിൽ ഇടപെടുകയും വേണ്ട, ആദർശേട്ടനോട് ഇതൊന്നും വിളിച്ച് പറയുകയും വേണ്ട എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കാനാണ് എന്നെ ഇവിടെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ബില്ലില്ലാതെ സ്വർണം കൊടുത്ത കാര്യം ഞാൻ ആദർശനോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അബിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് അബി അനന്തപുരിയിൽ വന്ന് നബിയോടും ജലജയോടും ഈ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ബില്ലില്ലാതെ സ്വർണം കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ നബിയെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ ചെയ്ത തെറ്റ് നോക്കുമ്പോൾ ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് ജലജയും നബിയും പറയുന്നുണ്ട്. എന്നിട്ട് അബി പറയുന്നുണ്ട്, എനിക്കവിടെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ആദർശം വന്ന് മുത്തച്ഛനോട് പറയുന്നതിന് മുമ്പേ നമുക്ക് പോയി മുത്തച്ഛനോട് പറഞ്ഞ് എല്ലാം ഒന്ന് സോൾവ് ചെയ്യാമെന്നും പറഞ്ഞ് 3 പേരും മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജലജ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, അത്ര വലിയ തെറ്റൊന്നും അബി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ മിണ്ടരുത് നീ എന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജ്വല്ലറിയിൽ എന്നെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അറിയില്ല മുത്തശ്ശ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും അറിയില്ലെങ്കിൽ നീ എന്തിനാടാ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏറ്റെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അബി പറയുന്നുണ്ട്, ബില്ലില്ലാതെ പല ജ്വല്ലറിക്കാരും സ്വർണം കൊടുക്കുന്നതല്ലേ മുത്തശ്ശ, ഇതിലും എത്രയോ വലിയ തെറ്റ് ചെയ്ത ആദർശനെ മുത്തശ്ശൻ ചോദ്യം ചെയ്യുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മുത്തശ്ശൻ അബിയുടെ കാരണം നോക്കി നന്നായിട്ട് ഒരടി അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ, ഇപ്പോഴെന്തിനാ നീ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, ഇപ്പോൾ ഇതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. എന്നിട്ട് ട്രസ്റ്റ് എന്ന വാക്കിൻ്റെ പര്യായമാണ് മൂർത്തി ജ്വല്ലറി. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ഞാൻ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട് മുത്തശ്ശൻ. മേലാൽ നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ നീ വേറെ പണി നോക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. ഇതിനു മുമ്പും കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ ഒരിടപാട് നടത്തിയിട്ടുണ്ട്, അത് നീയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് കേട്ടപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി അതുകൂടി ഇവൻ്റെ തലയിലാക്കാനുള്ള ശ്രമമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.